മൗലവി പറയുന്നത് അറിയോ? ശരി കേട്ടോടി. ഞാൻ പറഞ്ഞു ബാലനും രാമനൊക്കെ മീമ് മുസ്ലിം, പിന്നെ പള്ളിയെ പോയാൽ കാഫിറ് എന്ന് വെച്ചോട്ടാ. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ കാഫ്, നമ്മൾ മീമ്. അങ്ങനെ കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പേ അത് കാഫറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യം. ആരെ കാഫറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കാം. ഉസ്താദ് പറയാം അല്ലല്ലാത്തവരെ ആരാധിക്കാം. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. കേട്ടോ? മനസ്സിലായില്ലേ? താടി മൂപ്പർക്കുണ്ടേ, ഇനി ഒരു തലപ്പാവ് കൂടി വെച്ചാൽ മൂപ്പർ എന്താവും? ഞാൻ കുറച്ച് കഴിഞ്ഞ് തൊപ്പിയാളെ തലയിൽ ഞാൻ വെപ്പിച്ചു. ഞാൻ വെപ്പിച്ചു, ഈ സ്റ്റേജിൽ തന്നെ വെപ്പിച്ചു. ഇനിയൊന്ന് കേൾക്കാവുന്ന വ്യക്തി. അപ്പോ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത്? പള്ളിയിലെ ഉസ്താദ് പറയാ അള്ളല്ലാത്തവർ ആരാധിക്കാൻ. അങ്ങനെ പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടാവും. ഇയാൾക്കുണ്ടാവും. അള്ളല്ലാത്തവർ ആരാധിക്കാൻ ഒരു ഉസ്താദ് പറഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒറ്റ സദസ്സിൽ 70,000 പ്രാവശ്യം ചെല്ലുന്നവരായി മുസ്ലിംമാർ. അതിന്റെ അർത്ഥം ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഇല്ല, ആരാധ്യൻ അല്ലാഹുവല്ലാതെ ഇല്ല. ഒറ്റ സദസ്സിൽ 70,000 പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മൗലവിമാര്. തെളിവില്ലാഞ്ഞിട്ടാണോ? ഇബ്നു തൈമിയ്യയുടെ ഫത്വ എന്ന് നോക്കിയാൽ 70,000 പ്രാവശ്യം മയ്യിത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അതുകൊണ്ട് ഫലം കിട്ടുമെന്നല്ലേ ഇബ്നു തൈമിയ്യ പറഞ്ഞത്? നിങ്ങളുടെ സലഫികളുടെ ഒന്നാമത്തെ മേധാവി ഇബ്നു തൈമിയ്യയാണ്, അങ്ങേ തല എന്ന് നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ? ആ ഇബ്നു തൈമിയ്യ 70,000 പ്രാവശ്യം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മയ്യിത്തിന് ഫലം കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞിട്ടില്ലേ? മൗലവിമാരേ, നിങ്ങൾ ഈ സാധാരണക്കാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അകറ്റുന്നത് എന്തിനാണ്? ദിക്ർ ചൊല്ലുന്നത് മുടക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ദീനിനോടുള്ള വിരോധമല്ലേ? അത് കേൾപ്പിക്കാമല്ലോ മോനെ. സെലഫിയർ അങ്ങേ തല ഇബ്നു തൈമിയ്യാണ്. മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ. മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ. നിങ്ങൾ കേട്ടോ? സെലഫി പണ്ഡിതന്മാരുടെ അങ്ങേത്തല ഇബ്നു തൈമിയ്യ. സെലഫി എന്ന് പറയുന്നത് എന്റെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാർക്കാണ്. അത് ആ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു 300 കൊല്ലം കഴിഞ്ഞ ഇയാൾ ജനിച്ചതന്നെ. അത് ഇബ്നു തൈമിയ്യ ജനിച്ചതിന് 3 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെയും ഏകദേശം 4 നൂറ്റാണ്ടോളം കഴിയുമ്പോൾ ജനിക്കുന്നത്. അയാളാണ് പോലും സെലഫികൾ അങ്ങേത്തല. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 700 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവര് അങ്ങേത്തല. പിന്നെ ഇവർക്ക് തലണ്ടോ? 700 കൊല്ലം നബി സല്ലല്ലാഹു ഞങ്ങളുടെ വഫാത്തിലേക്ക് 700ഓളം കൊല്ലം കഴിഞ്ഞാൽ ഇവർ ജനിക്കുന്നത്. അയാളാണ് പോലും അവർ അങ്ങേത്തല. അപ്പൊ അതിനപ്പുറം മുമ്പ് ഇവർക്ക് തലണ്ടോ? ഇല്ല. അതാണ് പറ്റി തലമായുടെ പ്രശ്നം. ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല, തല പോയിന്ന് മാറി. അതാ പ്രശ്നം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്നാൽ ഈ മൗലവിമാരുടെ ഖുർആൻ പരിഭാഷ വിട്ടുവശത്തില്ലേ? അപ്പരിഭാഷയിൽ എന്താ പറഞ്ഞ്? ഒരാൾക്ക് ബോധ്യപ്പെടാത്തോ കഫറാവൂലാന്ന എന്നാ വായിച്ചില്ല. കേട്ടോളി. മുഅ്മിൻ, മുഅ്മിൻ ഇൻ ബ്രാക്കറ്റ് സത്യവിശ്വാസി അല്ലാത്തവരെല്ലാം, സത്യവിശ്വാസി അല്ലാത്തവരെല്ലാം കാഫിർ, കാഫിറിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്നു. പക്ഷേ
എല്ലാ കാഫറുകളും ഒരേ തരക്കാരല്ല. ലക്ഷ്യങ്ങളും തെളിവുകളും അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവരും അറിയായ്മ കൊണ്ട് നിഷേധിക്കുന്നവരും ധിക്കാരവും പരിഹാസവും കൊണ്ട് നിഷേധിക്കുന്നവരും അവഗണനയോ ചിന്താശൂന്യതയോ നിമിത്തം വിശ്വസിക്കാത്തവരുമെല്ലാം കാഫിർ തന്നെ. കേരള മുഖത്തുൽ മുജാഹിദീന്റെ ഖുർആൻ പരിഭാഷ വായിച്ചത് ഈ മൗലവിമാർ സുന്നിയുടെ കാഫിറാക്കിയവർക്ക് നിങ്ങൾക്ക് ഇത് കൂടി വായിച്ചു നോക്കിയിട്ടില്ല. കിതാബോ മനസ്സിലാവൂല. എന്നാൽ അവരുടെ മലയാളമൊക്കെ വായിച്ചു മനസ്സിലായിക്കൂടെ? മുസ്ലിമേ കാഫിർ ആർക്കാ പറയാണ്ട് പഠിക്കാത്ത മൗലവിമാരാണ് പ്രസംഗിക്കാൻ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവരൊരു വിവരം. സുബ്ഹാനല്ലാഹ്.